വളർച്ചയ്ക്കൊപ്പം ഡൽഹി മറന്നുപോയ ആ നഗരത്തിന്റെ പ്രധാന ഉറവകളാണ് പടിക്കിണറുകൾ അഥവാ ബവോലികൾ. നഗരത്തിന്റെ ബഹളങ്ങൾക്കിടയിൽ എപ്പോഴോ അപ്രസക്തമായവ. വരണ്ടുപോയതും പാതി വരണ്ടതുമായ ഭൂപ്രദേശങ്ങളിൽ ഒരു കാലത്ത് ജീവൻ നിലനിർത്തിയിരുന്ന കിണറുകൾ, പൈപ്പ് ലൈനുകളുടെയും പമ്പുകളുടെയും കാലത്തിനു മുന്നേ മഴവെള്ളം സംഭരിച്ച വേനലുകളെ അതിജീവിക്കാൻ അവ കരുത്തു നൽകി. 14-ാം നൂറ്റാണ്ടിനും 17-ാം നൂറ്റാണ്ടിനും ഇടയിൽ നിർമ്മിക്കപ്പെട്ട വെറും ജലസ്രോതസ്സുകളായിരുന്നില്ല ബവോലികൾ. ഒത്തുചേരാനുള്ള സാമൂഹിക ഇടങ്ങളായും കാലാവസ്ഥയോട് ഇണങ്ങിച്ചേർന്ന വാസ്തുവിദ്യയുടെ ഉദാഹരണങ്ങളായും അത് പ്രവർത്തിച്ചിരുന്നു. तो एक स्टेप वेल इज नॉट लाइक ए रिंग वेल, मगर ये राजस्थान में और गुजरात में और भारत के कई हिस्सों में इसका प्रयोग बहुत ही लाभदायक रहा है. കേന്ദ്രീകൃത ജലസംവിധാനങ്ങൾ ജനകീയമായതോടെ പല ബവോലികളും അടഞ്ഞുപോവുകയോ വറ്റി വരളുകയോ നഗരവികാസത്തിന്റെ വേഗതയിൽ വിസ്മരിക്കപ്പെടുകയോ ചെയ്തു. പക്ഷേ അതും പതിയെ മാറുകയാണ്. മെഹ്റൗളിയിലെ രാജോൺ കി ബവോലിയിൽ പുരാവസ്തു സർവേ ഓഫ് ഇന്ത്യ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു. ചരിത്രത്തിന്റെ ഭാഗമായ ബവോലികളെ പുനരുജ്ജീവിപ്പിക്കുകയാണ് ലക്ഷ്യം. बावड़ी की अपनी एक बहुत लंबी दास्तान और ऐतिहासिकता है. इस पे आर्कियोलॉजिकल सर्वे ऑफ इंडिया और इंटैक जैसी संस्थाओं ने बेहद काम किया है. മാറുന്ന കാലാവസ്ഥ മനുഷ്യനെ തിരിഞ്ഞു നോക്കാൻ പ്രേരിപ്പിക്കുകയാണ്. ഡൽഹി പോലുള്ള നഗരങ്ങളിൽ ഭൂഗർഭ ജലനിരപ്പ് കുറയുന്നതും മൺസൂൺ വ്യതിയാനങ്ങളും ഉഷ്ണതരംഗവും ഇത്തരം പുരാതന സംവിധാനങ്ങളെ വീണ്ടും പ്രസക്തമാക്കുന്നു. ഇവിടെ ഉയരുന്ന ചോദ്യം ബവോലികളുടെ പൈതൃക സ്ഥാനം എന്തെന്നത് മാത്രമല്ല, കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭീകരത മറികടക്കാൻ ഉതകുന്ന പാഠമാകാൻ അവയ്ക്കാകുമോ എന്നതാണ്. ഒരുപക്ഷെ ഈ കൽപ്പടവുകൾക്ക് പിന്നിൽ മറഞ്ഞിരിക്കുന്നത് സുസ്ഥിരമായൊരു ഭാവിയുടെ ബ്ലൂ പ്രിന്റ് ആയിരിക്കാം.